ഹായ് എവരിവൺ, ഞാൻ എഡ്വിൻ വിൽസൺ, ഫൗണ്ടർ ഓഫ് നാഷണൽ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ ഇന്ത്യ. എനിക്കുണ്ടായൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒപ്പം അതിന് കാരണക്കാരായവർക്ക് നന്ദി പറയാനും. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തിയ കാര്യം. ഈ വരുന്ന 16-17 ദിവസങ്ങളാണ് അതിൻ്റെ ചടങ്ങുകളും അതുപോലെ തന്നെ ഇവൻസും ഒപ്പം തന്നെയുള്ള മാച്ചസും നടക്കുന്നത്. റിക്കി മാർട്ടിനും എ റഹ്മാൻ അവതരിപ്പിക്കുന്ന ഒരു മ്യൂസിക്കൽ നൈറ്റ്, ലോകത്തിലെ എല്ലാ പ്രശസ്തരും പങ്കെടുക്കുന്ന ഒരു ഇവൻറ്റ്. ഇതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സ്പോർട്സിനും ഫുട്ബോളിനും വലിയൊരു മാറ്റം തന്നെയാണ് ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നത്. ഒരു സ്പോർട്സ് പ്രേമി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്പോർട്സ് പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ ഈ ഒരു മുന്നേറ്റം വലിയൊരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന് കാരണക്കാരായ റിപ്പോർട്ടർ ചാനലിനും കേരള സർക്കാരിനും ഞാൻ പ്രത്യേകം നന്ദി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേൾക്കുന്ന കാര്യമാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്പോർട്സിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതിനനുസരിച്ച് ഗ്രൗണ്ടുകളില്ല, അതിനനുസരിച്ച് സ്പോൺസേഴ്സ് ഇല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഏതൊരു രാജ്യത്തിനേക്കാളും മുന്നിൽ വരും എന്നുള്ളത് ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നുള്ളതായിരുന്നു എനിക്കുള്ളൊരു ഇതിൽ. ചെറിയ രീതിയിലേക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ബോഡി ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് രംഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വലിയ സക്സസ് കണ്ടൊരു കാര്യം. ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്, അല്ലെങ്കിൽ കേരളം എന്നുള്ള കൊച്ചു സ്റ്റേറ്റിനെ ലോകത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലും കേരള സർക്കാരും. ഈ ഒരു മുന്നേറ്റം വരുന്ന ഇനി രാജ്യാന്തര മത്സരങ്ങൾ കേരളത്തിലും ഇന്ത്യയിൽ വരുന്നതിനും, കേരളത്തിലത്തെ ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളേഴ്സ് ആ ലോക നിലവാരത്തിൽ ഉയരാനും, ഈ വരാൻ പോകുന്ന ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ വരാൻ പോകുന്നൊരു ഹിസ്റ്ററി നമുക്ക് വലിയൊരു കാര്യം തന്നെയായിരിക്കും തരാൻ പോകുന്നത്. അതിന് കാരണക്കാരായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനും കേരള സർക്കാരിനും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ് പ്രൊമോട്ടർ എന്ന രീതിയിൽ ഇത്രയും പ്രോഗ്രാം വരുമ്പോൾ സ്പോർട്സിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ ഫിറ്റ്നസ് രംഗത്ത് അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ രംഗത്ത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഇതിന് ശേഷം വരാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും റിപ്പോർട്ടർ ചാനലിൽ ഞാൻ നൽകുന്നു. അതിനൊപ്പം തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും ഇന്ത്യൻ ഫിറ്റ്നസ് രംഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ നൽകുന്നു. താങ്ക് യു റിപ്പോർട്ടർ ചാനൽ ആൻഡ് കേരള സർക്കാർ. ബൈ.